ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു പുതിയ ലൈഫിന് തുടക്കം കുറിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ നല്ല ഒരു 2025 നമുക്ക് വീണ് കിട്ടി. 2024 ദൈവം നമ്മളെ ക്ഷേമമായി കാത്തു. ഒരു വർഷം കൂടെ നമുക്ക് ആയുസ് കെട്ടിപ്പിടിച്ച് കിട്ടി. അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും രാവിലെ തുറക്കുന്നത് ഞാൻ ഡോറ് തുറന്ന് പേപ്പറൊക്കെ എടുത്ത് പറമ്പിലെല്ലാം അല്ല നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നടന്ന് ചെടികളൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു വിശേഷം. എൻ്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ചെടികളെ ഒക്കെ കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത ശേഷം രാത്രി മഴ പെയ്തിട്ട് രാവിലെ ആ മഴയിലൊക്കെ ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലെ ഒരു തൊഴിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു സുപ്രഭാതമൊക്കെ അങ്ങ് എടുക്കും. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റാണ് സുപ്രഭാതമൊക്കെ എടുക്കാറുള്ളത്. അതൊരു പ്രത്യേക ഒരു സുഖമാണ് എനിക്ക്. അത് ഒരു സുപ്രഭാതം ഒന്ന് രാവിലെ പിടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര മനപ്രയാസം. അപ്പോൾ ഞാൻ തൊട്ട് ഇമ്മീഡിയറ്റായിട്ട് വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങും. അല്ലെങ്കിൽ രാവിലെ ഈ കാടൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങാൻ ഇച്ചിരി പേടിയുണ്ട്. അപ്പോൾ ഒന്ന് കറങ്ങി ഓരോ ചെടിയൊക്കെ ഒന്ന് നോക്കി ചില കായ്കളും ഒക്കെ കണ്ട്. അപ്പോൾ ജാതിക്ക ഉണ്ടായി കിടക്കുന്നു. അപ്പോൾ അതിനെ ഒന്ന് കാണുക എന്നുള്ളത് ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. അപ്പോൾ അവരിങ്ങനെ കാറ്റിലൊക്കെ ആടി ടാറ്റയൊക്കെ തന്ന് നമ്മളെ വിടും. അപ്പോൾ അവരെ കണ്ടു. അടുത്ത് റബ്ബർ മരങ്ങളോ അവിടെ നിൽക്കുന്ന ചെറിയ പുൽച്ചെടികളും ഒക്കെ കാണുക എന്നുള്ളത് സന്തോഷമാണ്. ഇപ്പം പ്ലാവേൽ ഇഷ്ടംപോലെ ചക്കയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നു. മൂത്തിട്ടില്ല, ചെറുതാണ്. അതിനിടയ്ക്ക് ചെറുത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണുന്നതും ഭയങ്കര രസമാണ്. അവർക്കും നമ്മളെ കാണുന്നത് സന്തോഷമായിരിക്കും. അവർ ഇടയ്ക്കൊക്കെ എന്നെ വിസിറ്റ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കും തോന്നുന്നുണ്ടാവില്ലേ. നിങ്ങളിത് വായിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവവിശേഷമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പുല്ലുകളിങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഈ മഴ കുറവായതുകൊണ്ട് കുറച്ചധികം വലിയ തഴച്ച വളർച്ച ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പം അവിടെ തെങ്ങിൻ്റെ ചുവട്ടിൽ തേങ്ങ കിടക്കുന്നു. അത് പെറുക്കി. കാന്താരിയൊക്കെ ഇവിടെ പഴുത്ത് കിടപ്പുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. കാരണം ഭയങ്കര കാടാണ് അവിടെ. വല്ല പാമ്പൊക്കെ ഉണ്ടോ എന്നൊരു ഭയങ്കര പേടിയാണ്. പിന്നെ ഈ പുല്ല് തൊട്ടാൽ എനിക്കൊരു ചെറിയ ചൊറിച്ചിലുണ്ടാവും. അതും ഒരു വിഷമാണ്. അപ്പം ഞാൻ പിന്നെ കപ്പളമൊക്കെ ഇങ്ങനെ ഇതൊരു വെറൈറ്റി കപ്പളമാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അവനങ്ങനെ വളർന്ന് നിൽക്കുന്നു. അപ്പോൾ പൂടാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് ഉപയോഗിക്കുന്നതിലും ഇഷ്ടം അതിങ്ങനെ കാണുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കിഴങ്ങെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. പഴയ അത് ഓൾമോസ്റ്റ് നമ്മുടെ അടുത്തൊന്നും നഷ്ടപ്പെട്ടതായ ഒരു സംഗതിയാണ് ഈ കിഴങ്ങ്. ആ കിഴങ്ങ് ഞാൻ അതിൻ്റെ വിത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കിളുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു 5-8 മൂടുണ്ടത്. അതിങ്ങനെ എടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ കൊഴിയാൻ തുടങ്ങി. അതിങ്ങനെ ഒരു ക്ലൈംബറാണ്. നമ്മുടെ കാച്ചിൽ പോലെ മേലോട്ട് കയറി പോകുന്ന വള്ളിയുള്ള ഒരു ഒരു ഇതാണത്. അപ്പോൾ അത് നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ കയറൊക്കെ കെട്ടി മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളർന്നു. അതിൻ്റെ ഇലയൊക്കെ പതുക്കെ കൊഴിയാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് പാകമായെന്നാണ് അർത്ഥം. ഇലയൊക്കെ തീരെ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് വള്ളിയൊക്കെ ഉണങ്ങി കഴിയുമ്പം നമുക്കത് പറിച്ചെടുക്കാം. ഇതാണ് എൻ്റെ കാന്താരി. ഞാൻ പറഞ്ഞില്ലേ ചുമന്നൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ എനിക്കൊരു പേടി. നല്ല ഞാൻ സാധാരണ പച്ചമുളക് മേടിക്കാറില്ല പറമ്പിൽ നിന്നുള്ള കാന്താരി. ഇതാണ് കിഴങ്ങെന്ന് പറഞ്ഞത്. ഡൈമുകളിലേക്ക് പോകുന്ന ആ ഒരു ക്ലൈംബർ. അതിൻ്റെ ചുവട്ടിലിങ്ങനെ കിഴങ്ങ് കാണും. അത് നമുക്ക് കഴുകി നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലോട് കൂടി പുഴുങ്ങും. എന്നിട്ട് കഴിക്കാൻ നേരത്താണ് നമ്മളതിൻ്റെ തൊലി ഉരിച്ച് കളയുന്നത്. ആ നല്ല കാന്താരി പൊട്ടിച്ചുമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ വാഴയാണ്. അതിൻ്റെ പേരാണ് പല പേരുകൾ പറയുന്നേക്കാം. ഷുഗർ പഴം എന്ന് പറയാം. പിന്നെ ലേഡീസ് ഫിംഗർ. അതിൻ്റെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നീണ്ട് ഇരിക്കും. പക്ഷേ മധുരമില്ല. അതുകൊണ്ടായിരിക്കും ഷുഗർ പഴം എന്നൊക്കെ പറയുന്നത്. നല്ല ഭംഗിയാണ്. അതിങ്ങനെ അടുക്കി ഇങ്ങനെ നല്ല ലോങ് ആൻഡ് തിന്നാണ് അതിൻ്റെ പഴം. മധുരം വളരെ കുറവാണ്. അത് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വിറ്റ പൈസ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിറ്റിട്ടില്ല. പക്ഷേ അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇല്ലെങ്കിലും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമസ്കാരം.